ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഈ നടക്കുന്ന ഒരു സ്റ്റൈൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു സ്റ്റോണിൻ്റെ പാത്വേ എങ്ങനെ ചെയ്തു, ഇതിന് എത്ര കോസ്റ്റായി, അപ്പോൾ ഇതെവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് രാവിലത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കമൻസ് ഒക്കെ വന്നിരുന്നു, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണേ, ഇതെങ്ങനെയാണ് കളക്ട് ചെയ്തത്, എങ്ങനെ ചെയ്തു എന്നതിനെ പറ്റിയിട്ടൊക്കെ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സംഭവമുള്ളൂ. നിങ്ങളൊരു അഡൾട്ടാണെന്ന്, കൊച്ചുകുട്ടിയൊന്നും അല്ല, അത്യാവശ്യം ഒരു അഡൾട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ. കാരണം ഞാനിത് ഏകദേശം ഒരു 4 മണിക്കൂറും കൊണ്ടൊക്കെയാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഈ പെബിൾസും സ്റ്റോണും പോയി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി സാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട്സ് വെച്ചിരിക്കുന്നില്ലേ, ഇവിടെയും ഞാൻ പെബിൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല റീച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇട്ടിരുന്ന പെബിൾ ഞാൻ വാങ്ങിച്ചത് ഞാൻ ഈ പറയുന്ന സാറ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ 75 കിലോ പെബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും ഒരു ഏരിയ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. 75 കിലോ പെബിൾസിന് ഒരു 490 രൂപയുടെ ഒക്കെ അടുത്താണ് വരുന്നത്. അപ്പോൾ അത്രയും രൂപയ്ക്ക് നമുക്ക് പെബിൾസ് കിട്ടും. പിന്നെ ഈ സ്റ്റോണിനെ പറയുന്ന പേര് താന്തൂർ സ്റ്റോൺ എന്നാട്ടോ. പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവർ ക്ഷമിച്ചേക്കാം. താന്തൂറോ അങ്ങനെ എന്തോ ആണ്. അതായത് അങ്ങനെ ഒരു സ്ഥലപ്പേരാണ്, ഏതോ ഒരു റോക്കിൻ്റെ പേരാണത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സ്റ്റോൺ വരുന്നത്. അപ്പോൾ ഈ താന്തൂർ സ്റ്റോൺസ് നമ്മൾ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന കേട്ടോ. അതായത് വീടിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്യില്ല, അതിനൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ് ഈ താന്തൂർ സ്റ്റോൺ. ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് വെക്കാനാണ് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നത്. അതുകൊണ്ട് തന്നെ 4 സ്ക്വയർ ഫീറ്റ് വരുന്ന സ്റ്റോണാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിന് 280 രൂപയാണ് ആയത്. അപ്പോൾ ഇത് 1 2 3 4 5 6 7 8 പീസസ് ആയിട്ട് ഞാനിത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം അതിന് 280 രൂപയായി. അങ്ങനെ മൊത്തം വന്നു കഴിഞ്ഞാൽ ഒരു 800 രൂപ താഴെയാണ് എനിക്ക് കോസ്റ്റ് വന്നത്. നമ്മൾ ഇങ്ങനത്തെയുള്ള ഈ പെബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടിയിൽ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കണേ. നേരെ മണ്ണിലോട്ട് അല്ലെങ്കിൽ എംസാൻഡിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പതിഞ്ഞ് കുറച്ച് അധികം നാൾ കഴിയുമ്പോൾ എംസാൻഡ് ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ മണ്ണ് ഇതിൻ്റെ മേലെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷീറ്റ് ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പെബിൾസ് ഇട്ട് കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പം ഞാൻ ഷീറ്റായിട്ട് ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ വീട്ടിൽ പഴയ ഒരു ടർപ്പായ ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂസ് ആക്കാതെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഓൾറെഡി അതിനകത്ത് നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓട്ടയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതിന് പോരാത്തതിന് ഞാൻ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ വിരിച്ചു കൊടുത്തപ്പം ഒരുപാട് ഇങ്ങനെ അതിങ്ങനെ അനങ്ങി പോകാതിരിക്കാൻ വേണ്ടി 4-5 ആണിയൊക്കെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചുറ്റിക വെച്ച് ആണി ഇങ്ങനെ തറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷീറ്റ് വെച്ചതിന് ശേഷം ഫസ്റ്റ് ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു താന്തൂർ സ്റ്റോൺ ഉണ്ടല്ലോ, ഈ സ്റ്റോൺ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര വലിപ്പത്തിലാണോ ആ വലിപ്പത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മെഷീനും കാര്യങ്ങളൊന്നും വേണ്ട, സ്വന്തമായിട്ട് ബ്രേക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ചുറ്റിക വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ബലമുള്ള എന്തെങ്കിലും വെച്ചിട്ട് തട്ടിക്കൊടുത്താൽ, ചുറ്റിക തന്നെയാണ് നല്ലത്, വെച്ചിട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തല്ല തട്ടി ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഷേപ്പ് കിട്ടും. ഇനി നിങ്ങൾക്ക് നല്ല ഈവനായിട്ട് ഇരിക്കണം. എനിക്കിങ്ങനെ അൺഈവൻ ആയിട്ടുള്ള ഷേപ്സാണ് ഇഷ്ടം. അപ്പോൾ ഷേപ്പ് ഇല്ലാത്ത രീതിയിലുള്ള ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്കിനി നല്ല ഈവനായിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മെഷീൻ വെച്ച് തന്നെ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു, അല്ലാതെ നമ്മളായിട്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഫസ്റ്റ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരം ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പം ഈ നേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനുള്ളതാണല്ലോ, അതായത് സ്ഥിരം നമ്മൾ ഇതിൽ കൂടെ നടക്കുന്നതായതുകൊണ്ട് ഈ സ്റ്റോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകരുത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നല്ല നീറ്റാണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഡാൻസ് കളിക്കാതെ കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ഈ സ്റ്റോൺ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് സിമെൻറ്റ് വെച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുക അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റിൽ വരുന്ന രീതിയിൽ തന്നെ പെബിൾസ് ഇട്ട് കൊടുക്കുന്നതായതുകൊണ്ട് അത് നീങ്ങി പോകാതെ അങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോൺ നേരെയായിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സ്റ്റോണിൻ്റെ ഇടയിലും ഗ്യാപ്പിട്ട് വെക്കാം കേട്ടോ. എനിക്ക് പക്ഷേ അത് പേഴ്സണലി ഇഷ്ടമല്ല. എനിക്ക് ഓരോ സ്റ്റോണും അടുപ്പിച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അടുപ്പിച്ച് 8 സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ പെബിൾസ് ഇട്ട് കൊടുത്തു. പെബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലർ ഈ പെബിൾസ് ഇതിപ്പോൾ 1 കിലോ 2 കിലോ ഒന്നും അല്ല, 75 കിലോ പെബിൾസാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴുകി ഓരോന്നും എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിത് ആദ്യമേ അങ്ങ് മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് റെഡ് കളർ ഒരു മണ്ണുണ്ടായിരുന്നു, ഗാർഡനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മണ്ണ്.
ആ മണ്ണുണ്ടായിരുന്നു നിറയെ. ഞാൻ എന്ത് ചെയ്തു, അത് ഫുള്ള് ഇങ്ങനെ വെതറി കൊടുത്തു. ചാക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ട് ഇങ്ങനെ കമത്തി കൊടുത്ത് ജസ്റ്റ് ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഓസില്ലേ, ഓസിട്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടാണ് ഇത് കഴുകിയത്. അതല്ലാതെ ചിലർ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചാക്കിലൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കാറുണ്ട്, വട്ടകയിലിട്ട് കഴുകിയെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത്രയും പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആ ഷോപ്പിൽ ചേട്ടനോട് ചോദിച്ചപ്പോൾ നേരത്തേന് ശേഷം ജസ്റ്റ് പൈപ്പ് വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ ആ ഒരു മണ്ണും ചെളിയൊക്കെ പൊക്കോളും. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇവിടെയും ചെയ്തപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ പെബിൾസ് കാണാൻ പറ്റില്ല കേട്ടോ, കാരണം കംപ്ലീറ്റ് പോട്ട്സ് വെച്ച് ഞാൻ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തേക്കാണ്. അത് തണലത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്, മാറ്റി കൊടുക്കണേ ഈ പോട്ട്സൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സാറാന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ, ഈ ഷോപ്പ് അങ്കമാലിലാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അവിടെ പോയി പർച്ചേസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അയ്യോ ഇതിൽ കുറവിൽ, അതായത് കിലോ 6.5 രൂപയല്ലാതെ ഇതിലും കുറവിൽ നിങ്ങൾക്ക് പെബിൾസ് കിട്ടും എന്നൊരു തോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിൽ എനിക്ക് ഏറ്റവും കുറവായിട്ട് തോന്നിയത് ഇവിടെയാണ്. കാരണം ഞാൻ കിലോ 8.5 രൂപയ്ക്ക് സെയിം പെബിൾസ് വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഭയങ്കര വിലക്കുറവാണെന്നുള്ളത്. ഇങ്ങനത്തെ പെബിൾസ് മാത്രമല്ല കേട്ടോ, എല്ലാ ടൈപ്പും എല്ലാ കളറുള്ള പെബിൾസും ഉണ്ട്. പിന്നെ പോരാത്തതിന് അവർ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ അവർ ചെയ്യുന്നവർക്ക് ഈ മതിലിൻ്റെ ജാളിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് കണ്ടതാണ്. ഇനി ഇത് കൂടുതൽ എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നു തോന്നുന്നു എനിക്ക്. ലാൻഡ്സ്കേപ്പ് ചെയ്യും, ഇൻ്റർലോക്ക് ചെയ്യും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇത് കൂടുതൽ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമുക്ക് വേണ്ട സംഭവം ഈ പെബിളും ഈ സ്റ്റോണും ഒക്കെ തന്നെയായിരുന്നു. അത് കാരണം ഞാൻ അത് വാങ്ങിച്ചിട്ട് പോന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കടയുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം ഈ പെബിൾസിനെയും സ്റ്റോൺസിനെയൊക്കെ പറ്റിയിട്ട് എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പം ലാഭകരമായിട്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്, ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്തതിനെ പറ്റിയിട്ടുള്ള സജഷൻസോ പോരായ്മകളോ അഡ്വൈസോ എന്ത് തന്നെയാണെങ്കിലും കമൻസിൽ കൂടെ ഷെയർ ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ വ്യൂവേഴ്സിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ എനിക്കും ഹാപ്പി ആയിരിക്കും. കാരണം ഞാനും ഇനിയും ഒരുപാട് ഇതേപോലത്തെ ഐറ്റംസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റുകൾ തിരുത്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രാവശ്യത്തെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ മുറ്റം എപ്പോഴും ഭംഗിയായി കിടക്കും. ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ പാത്ത് വേസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാർഡൻ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുട്ടി ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അറിയാവുന്നവർ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും പറയാൻ അറിയുമെങ്കിൽ അവർക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.